ഒരു പൊന്മുടി യാത്രയുടെ ഓർമ്മയ്ക്ക് കുടുംബമായി പോയ ഒരു ചെറിയ യാത്രാ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തലസ്ഥാനത്തെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. കേരളത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ മീൻമുട്ടി എന്ന പേരിൽ തന്നെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഇത് തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. പോകുന്ന വഴിയിൽ തന്നെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. കല്ലാർപ്പുഴയും അതിനനാവരണം ചെയ്തു നിൽക്കുന്ന പച്ചപ്പുമാണ് സഞ്ചാരികളുടെ യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്നത്. ചെറിയൊരു ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ കാനന ഭംഗി ആസ്വദിക്കാൻ കാട്ടിനുള്ളിലേക്ക് കയറി. അമ്മയുടെ കാൽമുട്ട് പണിമുടക്കിയതോടെ അവരുടെ യാത്ര പാതി വഴിയിൽ അവസാനിച്ചു. വാഹനങ്ങളുടെ യാത്ര ദുർഘടം പിടിച്ചതിനാൽ 2 കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്നാണ് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി 40 കിലോമീറ്റർ അകലെ പൊന്മുടിയിലേക്ക് പോകുന്ന പാതയിലാണ് വശ്യമാർന്ന മീൻമുട്ടിയുടെ കാഴ്ച സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. കല്ലാർപ്പുഴയുടെ വിശേഷങ്ങളും ഒരുപാടുണ്ട്. വെളുപ്പും കറുപ്പുമായ ഉരുളൻ കല്ലുകളെ തലോടിയുള്ള സഞ്ചാരമാണ് കല്ലാറിനുള്ളത്. മൺസൂൺ കാലമാകുമ്പോൾ കവിഞ്ഞൊഴുകുന്ന കാഴ്ച ഏറെ കൗതുകം നിറഞ്ഞതാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഓരത്തായി ഇരിപ്പിടത്തിന് സൗകര്യമൊരുക്കുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ്. വനനിബിഡമായ ഈ പ്രദേശം ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇളം കാറ്റിലും മരങ്ങളുടെ കൂറ്റൻ വേരുകളിൽ ചവിട്ടിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. പാറക്കല്ലുകൾ ചവിട്ടിയുള്ള ഇറക്കങ്ങൾ പുതിയൊരു അനുഭവമാണ് നൽകുന്നത്. എല്ലാ സഞ്ചാര കേന്ദ്രത്തിലും സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പോലുള്ളത് ഒഴിവാക്കേണ്ടത് സഞ്ചാരികളുടെ ബാധ്യതയാണ്. മഴക്കാലമാകുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഏറെ അപകടം നിറഞ്ഞതായിരിക്കും. വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുകയും മൺസൂൺ കാലമാകുമ്പോൾ മഴവെള്ളപ്പാച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട്. വ്യത്യസ്തതരം മീനുകൾ ഉണ്ടെങ്കിലും ഇവിടെ മീൻപിടുത്തം കർശനമായി നിരോധിച്ചിരിക്കുന്നു.
ഈ കാണുന്നതാണ് പ്രകൃതി സുന്ദരമായ മീൻമുട്ടി വെള്ളച്ചാട്ടം. വേനൽക്കാലമായതിനാൽ വെള്ളം തീരെ കുറവാണ്. അവിടെ ഉണ്ടായിരുന്ന ഗൈഡിനെ കൊണ്ട് ഓർമ്മയുടെ താളുകളിലെ ഓർമ്മയ്ക്കായി കുടുംബമായി ചിത്രം പകർത്തി ഞങ്ങൾ അവിടെ നിന്നും കാഴ്ചകൾ കണ്ട് തിരിച്ച് വാഹനത്തിനടുത്തെത്തി. പൂർവികരെ കണ്ട സന്തോഷത്തിൽ ആഹാര സാധനങ്ങൾ വലിച്ചെറിയുന്ന തിരക്കിലായി ശാലു. ഒരുപാട് നടന്നു ക്ഷീണിച്ച കാരണം ഞങ്ങൾ മോരും വെള്ളം ദാഹശമനത്തിനായി കുടിച്ചു. കൂജയിൽ നിറച്ച വെള്ളമായതിനാൽ നല്ലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അവിടെ നിന്ന് നേരെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ പൊന്മുടിയിലേക്ക്. മഞ്ഞും വെയിലും മഴയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് പൊന്മുടിയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടി ഇക്കോ ടൂറിസത്തെ സൂചിപ്പിക്കുന്ന ബോർഡുകളാണ് യാത്രക്കാരെ വരവേൽക്കുന്നത്. 22 ഹെയർപിൻ വളവുകൾ ചുറ്റിക്കറങ്ങി ഒടുവിൽ നമ്മൾ പൊന്മുടിയിലെത്തി. വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് പൊന്മുടി. നല്ല വേനൽക്കാലമായതിനാൽ നമ്മൾ എത്തിയ സമയം നട്ടുച്ചയായതിനാൽ കോടമഞ്ഞ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പ്രകൃതി സുന്ദരമായ ഭൂപ്രകൃതിയും ചെറുകുന്നുകളും തണുത്ത കാറ്റും നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സഖ്യ സൗന്ദര്യവും ഏത് സഞ്ചാരി പ്രേമിയുടെയും മനസ്സു നിറയ്ക്കും. കുറേ സമയം അവിടെ ചെലവഴിച്ചു. ശേഷം ഞങ്ങൾ മടങ്ങി. യാത്രകൾ ആ വാക്ക് തന്നെ മനസ്സിൽ എന്തൊക്കെയോ വികാരങ്ങളുടെ വിത്തുകൾ പാകുന്നു. ഇഷ്ടങ്ങളും ഓർമ്മകളും സ്വപ്നങ്ങളും. അടുത്ത ഒരു യാത്രാ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.